വികസനം കാണാൻ തെലങ്കാനയിലേക്ക് ക്ഷണിച്ച തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് കടുത്ത ഭാഷയിൽ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നീതി ആയോഗ് സൂചികകളിലെ ദാരിദ്ര്യ നിരക്ക്, സാക്ഷരതാ നിരക്ക്, സുസ്ഥിര വികസന നിരക്ക് അടക്കം ചൂണ്ടിക്കാട്ടിയും കേരളവും തെലങ്കാനയും തമ്മിലുള്ള താരതമ്യങ്ങൾ നിരത്തിയുമാണ് മറുപടി. ശമ്പളവും പെൻഷനും നിരന്തരം മുടങ്ങുന്ന തെലങ്കാനയിൽ നിന്ന് കേരളത്തിനൊന്നും പഠിക്കാനില്ലെന്നും ജനക്ഷേമ മാതൃകകളെക്കുറിച്ച് പഠിക്കാൻ കേരളത്തിലേക്ക് വരൂ എന്നും പിണറായി വിജയൻ പറഞ്ഞു. വികസനത്തിന്റെ വഴിയിലൂടെ കേരളം മുന്നേറുമ്പോൾ അതിനെ ആകെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരുടെ വക്കാലത്താണ് രേവന്ത് റെഡ്ഡി ഏറ്റെടുത്തിട്ടുള്ളത് എന്നും പിണറായി വിജയൻ വിമർശിച്ചു. കഴിഞ്ഞ ദിവസം UDF പ്രചാരണത്തിനിടെ നീ പോ മോനെ വിജയ എന്ന രേവന്ത് റെഡ്ഡിയുടെ പരാമർശവും വിവാദമായി മാറിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും അപ്പുറം രണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള പോരായി വിവാദം മാറുകയാണോ? കാണാം RDX റാപ്പ്. വികസനം കാണാൻ തെലങ്കാനയിലേക്ക് ക്ഷണിച്ച രേവന്ത് റെഡ്ഡിക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പിണറായി വിജയന്റെ മറുപടി. ശമ്പളവും പെൻഷനുകളും നിരന്തരം മുടങ്ങുന്ന ഒരു സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിനൊന്നും പഠിക്കാനില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. രേവന്ത് റെഡ്ഡി കേരളത്തെ അവഹേളിക്കുന്ന പ്രസ്താവനകളാണ് നിരന്തരം നടത്തുന്നത് എന്ന് പിണറായി വിജയൻ ആരോപിച്ചു. സ്വന്തം നാട്ടിലെ പാവപ്പെട്ടവന്റെ കിടപ്പാടങ്ങൾക്കും ഇതേ ബുൾഡോസർ കയറ്റിയിറക്കുന്നത് സൗകര്യപൂർവ്വം മറച്ചുവെച്ച് സാമൂഹ്യ പുരോഗതിയെക്കുറിച്ചും ജനക്ഷേമത്തെക്കുറിച്ചും പഠിപ്പിക്കാൻ തയ്യാറാവുന്ന അദ്ദേഹത്തെ ആരോ കാര്യമായി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം ദൗർബല്യങ്ങൾ മറച്ചുവെച്ചാണ് രേവന്ത് റെഡ്ഡി കേരളത്തെയും കേരളീയരെയും അപഹസിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഒരു അക്ഷരം ഉരിയാടാൻ നട്ടല്ലില്ലാത്ത കോൺഗ്രസാണ് BJPയുടെ യഥാർത്ഥ B ടീമായി പ്രവർത്തിക്കുന്നത്. ഔദ്യോഗിക കണക്കുകൾ പരിശോധിക്കാൻ രേവന്ത് തയ്യാറാകണമെന്നും മുഖ്യമന്ത്രിയുടെ വെല്ലുവിളി. കേരളത്തിലെ ഡിജിറ്റൽ ഭൂമിരേഖാ സംവിധാനം പഠിക്കാൻ തെലങ്കാനയിൽ നിന്നുള്ള റവന്യൂ സർവേ ഉദ്യോഗസ്ഥർ കേരളത്തിലെത്തിയത് പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തി. UDFന്റെ പ്രകടന പത്രിക പ്രകാശന ചടങ്ങിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പിണറായി വിജയനെ തെലങ്കാനയിലേക്ക് ക്ഷണിച്ചത്. നീ പോ മോനെ വിജയ എന്ന രേവന്ത് റെഡ്ഡിയുടെ പരാമർശം വലിയ വിവാദമായി മാറിയിരുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. വിഷയത്തിലെ മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 2023-24 നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ കേരളം 1ാമതും തെലങ്കാന 6ാം സ്ഥാനത്തുമാണ്. കേരളത്തിലെ ദാരിദ്ര്യ നിരക്ക് 0.55% മാത്രമാണ്. എന്നാൽ തെലങ്കാനയിൽ അത് 5.88%. അതിദരിദ്രരായ മനുഷ്യരെ കൈപിടിച്ച് ഉയർത്തേണ്ട എന്ന് അവിടുത്തെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. സാക്ഷരതാ നിരക്കിൽ 95.3% കേരളം നേടിയപ്പോൾ തെലങ്കാനയുടെ നിരക്ക് ഇപ്പോഴും 76.9%. കേരളത്തിലെ ശിശുമരണ നിരക്ക് 1000-ന് 5 മാത്രമായിരിക്കെ തെലങ്കാനയിൽ ഏകദേശം 4 ഇരട്ടി കൂടുതലാണ് എന്നാണ് കണക്കുകൾ. തെലങ്കാനയിൽ നിന്നുള്ള ഉന്നതതല സംഘം കേരളത്തിൻ്റെ എൻ്റെ ഭൂമി ഡിജിറ്റൽ ഭൂമിരേഖാ സംവിധാനത്തെക്കുറിച്ച് പഠിക്കാനെത്തിയിരുന്നു. എന്നിട്ടും കേരളത്തിൻ്റെ ഇടപെടലുകളെ അതേ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി തന്നെ അവഹേളിക്കുന്നത് എത്രമാത്രം രാഷ്ട്രീയ കാപട്യമാണ്. കേരളത്തിൽ കോടികൾ ചെലവഴിച്ച് പരസ്യം നൽകുന്ന തെലങ്കാന സർക്കാരിന് സ്വന്തം നാടിനെ പിടിച്ചുയർത്താൻ സാധിക്കില്ലേ? ഇതൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള ഡാറ്റകൾ നിരത്തിയുള്ള മറുപടികൾ. ഇനി ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് കാണാം. ഗ്യാരണ്ടികളുടെ യാഥാർത്ഥ്യമറിയാൻ തെലങ്കാനയിലേക്ക് സ്വാഗതമെന്നും നടപ്പാക്കിയ പദ്ധതികൾ നേരിൽ കാണിച്ചു തരാമെന്നുമാണ് ഇന്നലെ നടന്ന UDF പ്രകടന പത്രിക പ്രകാശന ചടങ്ങിൽ രേവന്ത് റെഡ്ഡി പറഞ്ഞത്. നീ പോ മോനെ ദിനേശ, നീ പോ മോനെ വിജയ എന്ന രേവന്ത് റെഡ്ഡിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണവും വലിയ ചർച്ചയായിരുന്നു. ആ പ്രതികരണങ്ങളിലേക്ക്. നീ പോ മോനെ ദിനേശ, നീ പോ മോനെ വിജയൻ, നീ പോ മോനെ വിജയൻ. Your time is over. Your expiry date is over. You don't have any time to continue. Today, I'm able to implement all my 6 guarantees. I wanted to challenge Mr. Pinarayi Vijaya. Please come. I will organize everything. I will organize a flight. I will organize a team to explain. I will come with you. Otherwise, my manifesto committee chairperson is here, Mr. Sridhar Babu, who is holding now IT and Industries Legislative Affairs Minister. I will ask my minister to accompany with you and your team. Come and see in Telangana how we are implementing our 6 guarantees. പിണറായി വിജയനെതിരെ രേവന്ത് റെഡ്ഡി നടത്തിയത് രാഷ്ട്രീയ മര്യാദയില്ലാത്ത പരാമർശമാണെന്നും അത് പിൻവലിക്കണമെന്നും നേമത്തെ LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി ഇന്നലെ പറഞ്ഞു. മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് സൂര്യനെ നേരെ തുപ്പുന്നത് പോലെയാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ നീ പോ മോനെ വിജയ എന്ന് ആക്ഷേപിച്ചത് ഒട്ടും ശരിയായിട്ടില്ല.
അദ്ദേഹം അത് പിൻവലിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും കോൺഗ്രസ് നേതൃത്വവും നടത്തുന്ന അങ്ങേറ്റം നീചവും രാഷ്ട്രീയ മര്യാദകൾ ലംഘിക്കുന്നതുമായ പരാമർശങ്ങൾ ശക്തമായി അപലപിക്കുകയാണ്. ശ്രീ പിണറായി വിജയൻ ആരാണെന്ന് രേവന്ത് റെഡ്ഡിയെ പോലുള്ളവർക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും. വിഷയത്തിൽ വിശകലനവുമായി അനു VS ആണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും. അനു, ഇത് വലിയ ആളും ആരവവും ഓളമൊക്കെ ഉണ്ടാക്കിയ കാരണം ആ കയ്യടികൾ, രേവന്ത് റെഡ്ഡിയുടെ പ്രതികരണം കേൾക്കുമ്പോഴുള്ള കയ്യടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ കയ്യടിക്കും ഓളത്തിനും ആരവത്തിനും അപ്പുറത്തേക്ക് നമ്മൾ ഈ വിഷയത്തെ നമ്മളൊന്ന് ഉൾക്കൊണ്ട് പരിശോധിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ വസ്തുതകളുണ്ടോ, അല്ലെങ്കിൽ ഇത് വെറും വാക്കസർത്ത് മാത്രമായി പരിണമിക്കുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. അങ്ങനെ നോക്കുമ്പോൾ എനിക്കിത് വളരെ കൗതുകമായിട്ടാണ് തോന്നുന്നത്. നീ പോമോനെ ദിനേശ വിജയ എന്നല്ലേ രേവന്ത് റെഡ്ഡിയുടെ ഒരു പരാമർശമായി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള വലിയ കുറ്റപത്രം എന്ന നിലക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം നിരത്തിയിരുന്നു. അതൊന്ന് മോദി പിണറായി സഹോദരന്മാരാണ്. ഈ സഹോദരനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് മാത്രവുമല്ല, ഇവിടുത്തെ വികസന മുരടിപ്പ് ഒക്കെ ഉണ്ട് എന്ന നിലയിലൊക്കെയുള്ള പരാമർശമായിരുന്നു നടത്തിയിരുന്നത്. അത് അങ്ങനെ നോക്കുമ്പോൾ പക്ഷെ നിലവിൽ കേരളത്തിലെ ഒരു നമുക്ക് മനസ്സിലാകുന്ന ഒരവസ്ഥ വെച്ച് അത്രയധികം അധപ്പതിച്ച് പോയിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടെയുള്ള ഒരു ബഹുഭൂരിപക്ഷം പേരെങ്കിലും രേവന്ത് റെഡ്ഡിയോട് അതേ സിനിമയിലെ മറ്റൊരു ഡയലോഗ് തിരിച്ചു പറയുമോ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, മരുഭൂമിയിലേക്ക് മണൽ കയറ്റി അയക്കല്ലേ എന്നാണല്ലോ ആ സിനിമയിലുള്ള മറ്റൊരു ഡയലോഗ്. അത് തീർച്ചയായും അനുവിനത് എന്തായാലും ഓർമ്മയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പറഞ്ഞു വന്നത് അത് മാത്രമല്ല, ഈ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വികസനം കാണണമെങ്കിൽ തെലങ്കാനയിലേക്ക് വരൂ എന്ന് അദ്ദേഹം തന്നെ ക്ഷണിക്കുന്നുണ്ട്. തെലങ്കാനയിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ലെങ്കിലും പക്ഷേ തെലങ്കാനയിലെ വികസന കാര്യങ്ങളിലുള്ള അറിവുകൾ, അതായത് മറ്റിടങ്ങളിൽ നിന്ന് ശേഖരിച്ച അറിവുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി നിരത്തിയ കണക്കുകൾ തന്നെ വളരെയധികം പോയിന്റുകൾ ഉള്ളതായിട്ട് മനസ്സിലാക്കുക എന്നാണ് തോന്നുന്നത്. അതിൽ തന്നെ അവർ ഏറ്റവും നല്ല മാതൃകകൾ പഠിക്കുവാൻ കേരളത്തിലെത്തിയ ടീം, തെലങ്കാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ടീമുണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മുടെ പെൻഷൻ മാതൃകയിലുള്ള വിതരണം അവിടെ സാധ്യമാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ 25 മാസം അതിൻ്റെ കുടിശ്ശിക എന്നൊക്കെയാണ് അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ അവകാശവാദമായിട്ട് വരുന്നത്. ഇനി അതുമാത്രമല്ല, ഈ പറയുന്ന പോലെ നമ്മുടെ ഡിജിറ്റൽ ഭൂമിരേഖ, അതുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനാണ് ഒരു ടീം അവിടെ നിന്ന് വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഒരു മാതൃക പകർത്തണമെങ്കിൽ അത് നല്ല മാതൃകയായിരിക്കണം. അങ്ങനെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എവിടെയാണ് വികസനത്തിലൊരു അന്താളിപ്പുള്ളത് എന്ന് നമുക്ക് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ മറ്റൊന്ന്, സുസ്ഥിര വികസന സൂചിക, അതിദരിദ്ര മനുഷ്യർ, ശിശുമരണ നിരക്ക്, സാക്ഷരതാ നിരക്ക്, ഇക്കാര്യങ്ങളിലൊക്കെ കേരളം കൈവരിച്ച നേട്ടങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ ബഹുദൂരം പിന്നിലാണ് തെലങ്കാന എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇനി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ചില മാതൃകകൾ, കേരള മാതൃകകൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾക്ക് ഒരു മഹാദുരന്തത്തെ അതിജീവിച്ച ചില മനുഷ്യരെ ചേർത്ത് പിടിച്ച ഒരു വലിയ മാതൃക നമുക്ക് മുന്നിലുണ്ട്. അത് രേവന്ത് റെഡ്ഡി കണ്ടിരുന്നോ എന്നും അറിയില്ല. കാരണം വയനാട് ദുരന്തത്തിൽ അത്രയധികം 410 കുടുംബങ്ങൾക്കൊരു ടൗൺഷിപ്പ് ഇവിടെ തയ്യാറാകുന്നുണ്ട്. അതിൽ 178 പേർക്ക് ഇവിടെ നിന്ന് വീടുകൾ കൈമാറിയിട്ടുണ്ട്, താക്കോൽ കൈമാറിയിട്ടുണ്ട്. പണികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അപ്പോഴും അവിടെ പക്ഷേ ഖമ്മം ജില്ലയിൽ 700ഓളം കുടുംബങ്ങളുടെ ജീവിതത്തിനും സ്വപ്നത്തിനും മേൽ ബുൾഡോസർ ഓടിച്ചു കയറ്റിയ ഒരു രേവന്ത് റെഡ്ഡി സർക്കാരിൻ്റെ മാതൃക നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇതൊക്കെ തുലനം ചെയ്യുമ്പോൾ ഒരു ഘട്ടത്തിലും ഇത് അങ്ങോട്ട് ചേർന്ന് പോകുന്നില്ലല്ലോ. അപ്പോൾ എന്തായിരുന്നു ആ ഗ്യാരണ്ടി, തെലങ്കാന സർക്കാരിൻ്റെ ഗ്യാരണ്ടി എന്നൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം വരുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ദയവ് ചെയ്ത് ഇത്തരം മാതൃകകൾ അനുകരിക്കരുത്. കാരണം അവർ ഇപ്പോൾ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രകടന പത്രിക വളരെ നല്ല പ്രതീക്ഷ നൽകുന്നൊരു പ്രകടന പത്രികയാണ്. ആരാണ് ഭരണത്തിൽ വരുന്നതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ആര് വന്നു കഴിഞ്ഞാലും ഈ പ്രകടന പത്രികയൊക്കെ വെച്ചാണ് എങ്കിൽ പോലും ഈ തെലങ്കാനയേക്കാൾ നല്ല മാതൃകയായിരിക്കും കേരളത്തിനുണ്ടാവുക എന്നാണ് എനിക്കെന്തായാലും വിശ്വസിക്കാൻ കഴിയുന്നത്. പിന്നെ അതുമാത്രവുമല്ല, ഈ മോദി പിണറായി സഹോദരന്മാർ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും രേവന്ത് റെഡ്ഡിയുടെ ചരിത്രവും നമ്മളെല്ലാവരും ചികയും അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവങ്ങൾ, പ്രവർത്തന പരിചയമൊക്കെ ചെയ്യുമ്പോൾ ABVPയിലും RSSലും പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതിനുശേഷമാണ് TRSും TDPയും കടന്നാണ് ഏറ്റവും അവസാനം അതിലെ സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ചാണ് നിലവിൽ കോൺഗ്രസിലേക്കും എത്തിയിരിക്കുന്നത്. അപ്പോൾ ആരെപ്പറ്റി പറയുന്നു, അതിനുള്ള രാഷ്ട്രീയ നൈതികത അദ്ദേഹത്തിനുണ്ടോ? ഈ ഘട്ടത്തിൽ കയ്യടിക്ക് വേണ്ടി മാത്രമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
കേരളത്തിലേക്ക് ഇത്തരം മണൽ കയറ്റി അയക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ഡയലോഗ് തീർച്ചയായും ഇവിടെ നിന്നുള്ള ആളുകൾ പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു അനുവിന് എന്ത് തോന്നുന്നു? ശ്യാമിലി, നമ്മൾ രേവന്ത് റെഡ്ഡിയുടെ ഈ പരാമർശത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ആളുകളെ ഒന്ന് ആവേശത്തിലാക്കാനുള്ള ഒരു പരാമർശമായി മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്. കാരണം നമ്മുടെ മുന്നിൽ ഡാറ്റകൾ ഉണ്ടല്ലോ. എക്സ്പോയുടെ പരിപാടി നമ്മളതാണല്ലോ പരിശോധിക്കുക. അവിടെ ഏത് ഡാറ്റ പരിശോധിച്ചാലും തെലങ്കാന മോഡലിനേക്കാൾ ഒരുപാട് ഉയർന്നു നിൽക്കുന്നത് തന്നെയാണ് കേരള മോഡൽ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അപ്പോൾ ശ്യാമിലി പറഞ്ഞ ഈ ഖമ്മം ജില്ലയിലെ അതായത് 700 കുടുംബം എന്ന് പറയുമ്പോൾ 3000 ആളുകളെ പെട്ടെന്നൊരു ദിവസം യു പിയിൽ BJP അല്ലെങ്കിൽ ഗുജറാത്തിൽ BJP പയറ്റിയ ബുൾഡോസർ രാജ് പയറ്റിയ ഒരു മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. അദ്ദേഹം നോക്കൂ, അത്രയും ആളുകളെ പെട്ടെന്ന് ഭവനരഹിതരായി തെരുവിലേക്ക് ഇറക്കിവിടുന്ന ഒരു സമീപനം അത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്ന് പറയേണ്ടി വരും. മറ്റൊന്ന്, നമുക്ക് ചില കണക്കുകൾ പരിശോധിച്ചാൽ ഇപ്പോൾ നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം 79 പോയിന്റോടുകൂടി കേരളം 1ാം സ്ഥാനത്താണ്. തെലങ്കാനയുടെ സ്ഥാനം എത്രയാണ്? അത് 6ാം സ്ഥാനത്താണ്. ഇനി മറ്റൊന്ന്, ഈ അതേ നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം ദാരിദ്ര്യരേഖ നിരക്കിൽ കേരളത്തിന് 0.55% മാത്രമാണ് എന്നുള്ളപ്പോൾ അത് തെലങ്കാനയിൽ 5.88 അവിടെയും നമുക്കൊരു മോഡൽ, ഒരു അനുകരണീയ മാതൃക നമുക്ക് സ്വീകരിക്കാൻ ഇല്ല. സാക്ഷരതാ നിരക്കിൽ 95.3 കേരളത്തിൻ്റെതെങ്കിൽ അവിടെ 76.9 മാത്രമാണ്. ഇങ്ങനെ ഏതൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു തെലങ്കാന മോഡൽ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് പറയേണ്ടി വരും. പിന്നെ ശ്യാമിൽ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇപ്പോൾ ശിശുഭരണ നിലക്കായിരുന്നാലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ എൻ്റെ ഭൂമി പദ്ധതി പഠിക്കാൻ വേണ്ടി തെലങ്കാനയിൽ നിന്ന് ആളുകൾ വന്നത് നമ്മൾ കണ്ടതാണ്. ഇനി അതൊക്കെ മാറ്റിവെച്ച് അതിൻ്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ മോദി ബ്രദേഴ്സാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? കാരണം കേന്ദ്ര നയങ്ങൾക്കെതിരെ കേരള സർക്കാർ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം നടത്തിയപ്പോൾ തെലങ്കാനയോട് പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞു. അവർ പങ്കെടുത്തില്ല. എന്തുകൊണ്ട് പങ്കെടുത്തില്ല? അന്ന് ഈ കോൺഗ്രസ് നേതൃത്വമാണ് എന്നുള്ളത് ആണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല, ഈ ബുൾഡോസർ രാജ്യം തെലങ്കാനയിൽ മാത്രമല്ല കർണാടകയിൽ നടന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർമ്മിക്കണം. അങ്ങനെ ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം തന്നെയാണ് നടന്നിട്ടുള്ളത്. ശ്യാമിലി, തീർച്ചയായും അനു, വ്യക്തമാണ് എല്ലാ കാര്യങ്ങളും. കേരളത്തെ പല ഘട്ടത്തിലും പല സംസ്ഥാനവുമായി താരതമ്യം ചെയ്യുന്ന രീതി ഇതിനു മുമ്പും ഉണ്ടായിരുന്നുവെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയായി അത് വളരുന്നത് കേട്ടുകേൾവി ഇല്ലാത്തതാണ്. കേരളം എല്ലാ മേഖലയിലും തകർച്ചയിലാണെന്ന UDF നെറേറ്റീവിന് ശേഷമാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും കേരളത്തിൽ വികസന മുരടിപ്പാണെന്ന ആരോപണം ആവർത്തിച്ചത്. ഇതോടെ മുമ്പ് പല ആരോപണങ്ങളെയും പ്രതിരോധിച്ച അതേ രീതിയിൽ തന്നെ കണക്ക് നിരത്തിയാണ് ഇന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ LDF വിഷയത്തെ നേരിടുന്നത്. കൂടാതെ ഒരു മാസം മുമ്പ് ഏറെ ചർച്ചയായ തെലങ്കാനയിലെ ഖമ്മം ജില്ലയിലെ കുടിയൊഴിപ്പിക്കലും ഇതോടൊപ്പം LDF ഉയർത്തിക്കാട്ടും. എന്തായാലും തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തന്റെ ഭരണത്തിനെതിരെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയുമായി വീണ്ടും രേവന്ത് റെഡ്ഡി എത്തുമോ എന്നും വിഷയം രണ്ട് സംസ്ഥാനങ്ങളിലെ തലവന്മാർ തമ്മിലുള്ള പോരായി മാറുമോ എന്നും കാത്തിരുന്നു കാണാം.